ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമാണ് അടുത്ത ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു തജ്വീദിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. മുമ്പ് നമ്മൾ ബാക്കി വിഷയങ്ങൾ മസായിൽ ഫിഖും ഉലൂമൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്താം. അതിൻ്റെ ലിങ്കൊക്കെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരിയായത് കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. എന്താണ്? അവൻ, അത് എന്നീ അർത്ഥമുള്ള ഹാ ഏതാണ്? ഹാ ഉല്ലമീറാണ്. ഹാ ഉല്ലമീറാണ് അവൻ, അത് എന്ന അർത്ഥമുള്ളത്. ഇന്നഹു കാന തവാബ, ഇന്ദഹു ഇല്ലാ ബീദിനിഹി, ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഹാ ഉല്ലമീർ. മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ത്, പദങ്ങളെ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹാ ഇന് ഹാ ഉത്ത് അനീസ് എന്നാണ് പേര്. അതുപോലെ പദങ്ങളെ മുഅന്നസാക്കുമ്പോൾ അതിന് ഹാ ഉത്ത് അനീസ് എന്ന് പറയാം. ഇതിന് ശേഷമുള്ള പദത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ത ആയും വഖഫായിട്ടാവുമ്പോൾ ഹ ആയിട്ട് ഉച്ചരിക്കും. ഇതിനാണ് ഹ ഉത്ത് അനീസ് എന്ന് പറയുന്നത്. അതുപോലെ വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുമ്പോൾ ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ചുകൊണ്ട് ഹ ഉസക്കത്ത പാരായണം ചെയ്യണം. അതാണ് ഹ ഉസക്കത്ത. അപ്പോൾ അത് 3 ഹാഉകൾ 3 തരം. ഹ ഉത്ത് അനീസ്, ഹ ഉല്ലമീർ, ഹ ഉസക്കത്ത. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഓപ്ഷൻ വന്നാൽ ടിക്കിടാനൊക്കെ കഴിയുള്ളൂ. അടുത്തത് ലീനക്ഷരങ്ങൾ. ഏതാണ് ലീനക്ഷരങ്ങൾ? ഫതഹയുടെ ഉടനെ വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വാവ് യാ എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? ഖുർആൻ പാരായണത്തിൽ നിന്ന് വിരമിക്കൽ. ഖുർആൻ പാരായണത്തിൽ നിന്ന് വിരമിക്കലാണ് എന്ത്? ഖത്അ്. ഖുർആൻ പാരായണത്തിന് 4 അവസ്ഥകളുണ്ട്. എത്ര അവസ്ഥകൾ? 4 അവസ്ഥകളുണ്ട്. വഖഫ്, വസ്ല്, സഖത്ത്, ഖത്അ്. അങ്ങനെ 4 അവസ്ഥകളാണ്. ശബ്ദവും ശ്വാസവും മുറിക്കാതെ ചേർത്തി ഓതുന്നതിന് വസ്ല് എന്ന് പറയുന്നു. പിന്നെന്താണ്? തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന് വഖഫ് എന്ന് പറയുന്നു. ശ്വാസം അയക്കാതെ അല്പം അടങ്ങുന്നതിന് സഖത്ത എന്ന് പറയുന്നു. ഓത്തിൽ നിന്ന് വിരമിക്കുന്നതിന് ഖത്അ് എന്ന് പറയുന്നു. അപ്പോൾ ഈ 4 അവസ്ഥകളും മനസ്സിലാക്കണം. അപ്പോഴാണ് ഇതുപോലെ വന്ന് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അടുത്തത് എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളത് ഏതാണ്? ഹത്തുന്നസ്. ഹത്തുന്നസ് ആണ്. പ്രധാനമായും 6 ലിപികളാണുള്ളത്. ഹത്ത് എന്ന് പറഞ്ഞാൽ ലിപി. 6 ലിപികളാണുള്ളത്. അപ്പോൾ അതൊക്കെ പേര് നമ്മൾ പഠിച്ചേക്കണം. ഹത്തുൽ കൂഫി, ഹത്തുന്നസ്, ഹത്തുൽ സുലുസ്, ഹത്തുൽ റുഖ്, ഹത്തുൽ ഫാരിസി, ഹത്തുൽ ദിവാനി. അപ്പോൾ ഇതിൽ എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളത് ഹത്തുന്നസ് ആണ്. ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളിലും പരിശുദ്ധ ഖുർആനും ഹദീസ് ഗ്രന്ഥങ്ങളും മറ്റ് അറബി പ്രസിദ്ധീകരണങ്ങളൊക്കെ ഹത്തുന്നസ്ഇലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ എത്രയാണെന്നാണ്. സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങൾ, വിധികൾ എത്രയാണ്? 5 ആണ്. ഇൽഹാർ, ഇദാം ബിഉന്ന, ഇദാം ബിലാഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ, ഇങ്ങനെ 5 നിയമങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് ഹ ഉത്ത് അനീസ്. ഹ ഉത്ത് അനീസിന് ഉദാഹരണം. അവിടെ ഹ ഉത്ത് അനീസിന് ഉദാഹരണം ഏതാണ്? ഹ ഉത്ത് അനീസിന് ഉദാഹരണം സബാനിയ. സബാനിയ എന്നതാണ്. ഹയിൽ നിർത്തി അല്ലേ. മറ്റേത് മാലിയ. മാലിയ എന്നതെന്താണ്? സഖത്തയാണ്. പിന്നെ അദാബുഹു അഹദ്, അത് ഹ ഉല്ലമീറാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ഇതുപോലെ നമുക്ക് പാഠത്തിൽ വന്ന ഉദാഹരണങ്ങൾ വേറെയും വരാം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത ഇനി ചേരുംപടി ചേർക്കാനാണ്. ശ്വാസം അയക്കാതെ അല്പം അടങ്ങണം. ഏതാണ് ശ്വാസം അയക്കാതെ അല്പം അടങ്ങൽ? സക്കത്ത്. ഓപ്ഷൻ ഇ എഴുതാം. അടുത്തതാ ഫൗസൻ അലീമ. ഫൗസൻ അലീമ എന്താണ്? ഓപ്ഷൻ എഫ്. എന്താണ്? ഇൽഹാറാണ്. ഫൗസൻ അലീമ. തൻവീന് ശേഷം ഐന് വന്നു, അത് ഇൽഹാറാണ്. അടുത്തത് ദാത്ത ലഹബിൻ. ദാത്ത ലഹബിൻ. ഓപ്ഷൻ ഡി. എന്താണ്? മദ്ദുൽ അസ്ലി. അസ്ലിയായ മദ് എന്ന്. അവിടെ മദ്ദുൽ അസ്ലിക്ക് ഉദാഹരണം. അപ്പോൾ ഓപ്ഷൻ ഡി എഴുതാം. അടുത്തത് എന്താണ്? ശബ്ദവും ശ്വാസവും മുറിക്കാതെ ചേർത്തി ഓതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വസ്ല് അല്ലേ. ഓപ്ഷൻ ബി വസ്ല്. അടുത്തത് എന്താണ്? വസ്വൈഫ്. വസ്വൈഫ് എന്നതിൽ മദ്ദുല്ലീന്. ഓപ്ഷൻ എ വസ്വൈഫ് എന്നത് മദ്ദുല്ലീനാണ്. ഫതഹയുടെ ശേഷം സുക്കൂനുള്ള യാ, അതിനുശേഷം വഖഫ് കാരണം സുക്കൂന് വരുന്നു. അപ്പോൾ മദ്ദുല്ലീന് അടയാളപ്പെടുത്തുക. അടുത്തതാ രഹിലത്ത് അശ്ശിതാഇ. എന്താണ്? ഓപ്ഷൻ സി. മദ്ദശ്ശരോ ഹംസയോ ഒരേ കലിമത്തിൽ വന്നു. മദ്ദുൽ മുത്തസിൽ. മദ്ദുൽ
മുത്തസിൽ ഹംസ ഒരേ കലിമത്തിൽ മദ്ദക്ഷരവും ഹംസയും. അപ്പോൾ അവിടെ ഓപ്ഷൻ സി എഴുതാം. അടുത്തത് എന്താണ്? ഇനി പൂരിപ്പിക്കാനാണ്. ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് സക്കത്ത് ചെയ്ത് ഓതേണ്ടത്? ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് സക്കത്ത് ചെയ്ത് ഓതേണ്ടത്. 4 സ്ഥലങ്ങൾ: യാസീന്, മുത്തഫിഫീന്, കഹ്ഫ്, സൂറത്തുൽ ഖിയാമ്. ഇങ്ങനെ 4 സ്ഥലങ്ങളിലാണ് സക്കത്തുകൾ. അപ്പോൾ അവിടെ 4 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ സൂറത്തിൻ്റെ പേര് ആയത്ത് തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കും. വക്കീല മൻ റാക്ക്, ഇതേത് സൂറത്തിൽ സക്കത്തയുടെ ആയത്താണെന്ന് ചോദിച്ചാൽ ഖിയാമിലാണ്. അവിടെ എവിടെയാണ് സക്കത്ത് ചെയ്യേണ്ടത് ചോദിച്ചാൽ മൻ റാക്ക് എന്ന സ്ഥലത്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി പറയാൻ കഴിയണം. അടുത്തത് ഖുർആൻ ഹത്ത് ലേഷിലാണ് എഴുതിയിട്ടുള്ളത്. എന്താണ്? ഖുർആൻ ഹത്തുൻ നസ്ഹിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹത്തുൻ നസ്ഹിലാണ് ഖുർആൻ എഴുതിയിട്ടുള്ളത്. അടുത്തത് മദ്ദുല്ലീന് ഡാഷ് മാത്രം നീട്ടലാണ് ഉത്തമം. എത്രയാണ്? മദ്ദുല്ലീന് 1 അലിഫ് മാത്രമാണ് നീട്ടൽ ഉത്തമം. മദ്ദുല്ലീന് 3 അലിഫ് നീട്ടാമെങ്കിലും മാത്രം നീട്ടലാണ് ഉത്തമം. 1 അലിഫ് മാത്രം നീട്ടലാണ് ഉത്തമം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. മദ്ദുലാരിൽ 3 അലിഫ് വരെ നീട്ടലാണ് നല്ലത്. എന്നാൽ മദ്ദുലാസിം 3 അലിഫ് നീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ അത് 3ഉം നന്നായി പഠിക്കണം കേട്ടോ. അടുത്തത് എന്താണ്? ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരവും അടുത്ത പദത്തിൻ്റെ ഡാഷും തമ്മിൽ ഇദ്ഗാമും ബിയുന്ന ചെയ്യൂ. എങ്ങനെയാണ് ഇദ്ഗാം ബിയുന്ന ചെയ്യുക? ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരവും അടുത്ത പദത്തിലെ ആദ്യ അക്ഷരവും തമ്മിലാണ് ഇദ്ഗാം ചെയ്യൂ. ഇദ്ഗാം ഒരേ പദത്തിൽ വരൂല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇദ്ഗാം ബിയുന്ന നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷമുള്ള അക്ഷരത്തെ ശബ്ദോടുകൂടി ഉച്ചരിക്കണം. ഇഖ്ഫായിൽ ശബ്ദ് വരാൻ പാടില്ല. ഒരു പദത്തിൽ ഇദ്ഗാം ബിയുന്ന ഉണ്ടാവുകയില്ല. ഒരു പദത്തിൽ ഇദ്ഗാം ബിയുന്ന ഉണ്ടാവുകയില്ല. ദുന്യ, കിൻവാനുൻ, സിൻവാനുൻ, ബുന്യ ഇത് ഒരേ പദത്തിലാണ്. അപ്പോൾ ഇവിടെ ഇൽഹാറാണ്. അവിടെ ഇൽഹാർ മുത്തലക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ പദത്തിൽ ഇദ്ഗാമും ബിയുന്ന വരൂല. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇഖ്ഫാ ഒരേ പദത്തിൽ വരും. 2 പദത്തിലുമായിട്ടൊക്കെ ഇഖ്ഫാ ഉണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ കേട്ടോ. ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്ത് ശബ്ദ് ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഇദ്ഗാം 3 വിധമുണ്ട്. ഇദ്ഗാം മുത്തമാസിലാനി, മുത്തജാനിസാനി, മുത്തകാരിബാനി, അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? പ്രധാനമായും ഡാഷ് തരത്തിൽ ഹ വരുന്നുണ്ട്. എത്ര തരത്തിലാണ്? 3 തരത്തിലാണ്. 3 തരത്തിൽ ഹാവുകൾ വരുന്നുണ്ട്. അടുത്തെന്താണ്? പദങ്ങൾ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹാഇൻ്റെ പേരെന്ത്? മുഅന്നസാക്കാൻ ഹ ഉത്ത ഇനീസ് ആണ്. അടുത്തത് നമ്മുടെ ഖിറാഅത്തിൽ മുത്തകാരിബാനിയിലെ അക്ഷരം ഏത്? നമ്മുടെ ഖിറാഅത്തിൽ മുത്തകാരിബാനിയിലെ അക്ഷരം ഏതായിരുന്നു? കാഫിനെ കാഫിലേക്കും ലാമിനെ റായിലേക്കും. കാഫിനെ കാഫിലേക്കും ലാമിനെ റായിലേക്കും മാത്രമാണ് മുത്തകാരിബാനിയിൽ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഖിറാഅത്തിൽ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കാഫിനെ കാഫിലേക്കും ലാമിനെ റായിലേക്കും മനസ്സിലാക്കട്ടോ. അടുത്തെന്താണ്? മുത്തജാനിസാനിയിൽ ഒരു ഉദാഹരണം. മുത്തജാനിസാനി എന്താണ്? മുത്തജാനിസാനി ഒരേ മഹ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന അക്ഷരങ്ങൾക്കാണ്. ഒരേ മഹ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന അക്ഷരങ്ങൾക്കാണ് മുത്തജാനിസാനി. അപ്പോൾ അതിനൊരു ഉദാഹരണം എന്താണ്? ഇർകബ് മഅന വദ്ദത്തോ ഇഫത്തുൻ. ഇങ്ങനെ ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം. അതായത് ദാല് താ തോ ഇങ്ങനെ ഒരേ മഹ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്യുന്നതാണ് മുത്തജാനിസാനി. എന്നാൽ മഹ്റജും സിഫത്തും ഒന്നായത് മുത്തമാസിലാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. വഖദ്ദഹലു ഇദ്ഹബ്ബി കിതാബി പോലെ മുത്തമാസിലാനിയുടെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കട്ടാ. മുത്തകാരിബാനിക്ക് ബർ റബ്ബുക്കും അലന്നഹ്ലുക്കും അതൊക്കെ ഉദാഹരണം പഠിക്കുക. അതേപോലെ എഴുതാൻ വന്നാൽ എഴുതുക. അടുത്തത് ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന് വഖഫ് എന്നാണ് പറയുക. ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന് വഖഫ് എന്ന് പറയുന്നു. അടുത്തതെന്താണ്? അറബി ആരുടെ ഭാഷയാണ്? അറബി സ്വർഗവാസികളുടെ ഭാഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അറബി ഭാഷയെ നാം സ്നേഹിക്കണം. നിങ്ങൾ അറബികളെ സ്നേഹിക്കുക. കാരണം ഞാൻ അറബിയാണ്, ഖുർആൻ അറബിയാണ്, സ്വർഗവാസികളുടെ ഭാഷയാണ് അറബി എന്ന്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മദ് ലാസിം എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം അതേ കലിമത്ത് സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം.
മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. അടുത്തത് മുതജാനിസാനിയിൽ ആദ്യത്തെ അക്ഷരം ഇദ്ഗാം ചെയ്യൽ എപ്പോഴാണ് മുതജാനിസാനിയിലും മുതമാസിലാനിയിലും ആദ്യ അക്ഷരങ്ങൾ എന്താണ് സുക്കൂനുള്ളതും രണ്ടാമത്തത് ഹർക്കത്തുള്ളതായാൽ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്. ആദ്യത്തെ അക്ഷരം സുക്കൂനുള്ളതും അതായത് സാക്കിനായത്, രണ്ടാമത്തത് ഹർക്കത്തുള്ളതും ആയാൽ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്. മനസ്സിലാക്കട്ടാ. അടുത്തെന്താ ഇദ്ഗാം എന്നാൽ എന്ത്? ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇനി സക്കത്തും കത്തവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? സക്കത്തും കത്തവും ശ്വാസം അയക്കാതെ അല്പം അടങ്ങുന്നതിന് സക്കത്ത് എന്നും ഓത്തിൽ നിന്ന് വിരമിക്കുന്നതിന് കത്ത് എന്ന് പറയുന്നു. അപ്പോൾ അത് രണ്ടും അങ്ങനെ എഴുതി വെക്കുക. അതുപോലെ എന്താണ് വസ്ലും വഖഫും ഒക്കെ ചോദിക്കാം, അപ്പോൾ മനസ്സിലാക്കട്ടാ. അടുത്തത് എന്താണ് ഹ ഉത്ത് അനീസ് ഹ ആയി ഉച്ചരിക്കണം. എപ്പോഴാണ് ഹ ഉത്ത് അനീസിനെ ഹ ആയി ഉച്ചരിക്കേണ്ടത്? ഇതിനെ ഹ ഉത്ത് അനീസിന് ശേഷമുള്ള പദത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ത ആയിട്ടും വഖഫ് ചെയ്യുമ്പോൾ ഹ ആയി ഉച്ചരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വഖഫ് ചെയ്യുമ്പോഴാണ് ഹ ആയിട്ട് ഉച്ചരിക്കേണ്ടത്. ഇനി 5 വരി കുറയാതെ എഴുതാൻ വന്നത് എന്താണ്? അറബി ലിപിയെ കുറിച്ചിട്ടാണ് നമുക്ക് എഴുതാൻ വന്നത്. അപ്പോൾ നമുക്ക് ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് 5 വരി കുറയാതെ എഴുതണം. അറബി ഭാഷയ്ക്ക് നിരവധി ലിപികളുണ്ട്. പ്രധാനമായും 6 എണ്ണം: ഹത്തു കൂഫി, ഹത്തു നസ്, ഹത്തു സുലുസ്, ഹത്തു റുഫ്, ഹത്തുൽ ഫാരിസി, ഹത്തു ദിവാനി എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളതാണ് ഹത്തു നസ്. ലോകത്തെ ബഹുഭൂരിഭാഗം രാജ്യങ്ങളിലും പരിശുദ്ധ ഖുർആനും ഹദീസ് ഗ്രന്ഥങ്ങളും മറ്റ് അറബി പ്രസിദ്ധീകരണങ്ങളൊക്കെ ഹത്തു നസ്ഹിലാണ്. ഏത് ലിപി എഴുതുകയാണെങ്കിലും എഴുത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കണം. വ്യക്തമായും വേഗതയിലും ഭംഗിയിലും എഴുതാനും നാം ശീലിക്കണം. ലോക ഭാഷകളിൽ ഏറ്റവും മനോഹരമായ ലിപിയുള്ള ഭാഷ അറബിയാണ്. അതുകൊണ്ട് എഴുത്തിലെ സുന്ദരി എന്ന് ലോക അറബി ഭാഷയെ വിളിക്കുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് പൂർത്തിയാക്കാൻ കഴിയണം. പിന്നെ നമുക്ക് ഓരോ പാഠത്തുനിന്നും ഇതുപോലെ 5 വരി കുറയാതെ മനസ്സിലാക്കി പഠിക്കാൻ കഴിയണം. സക്കത്തയെ കുറിച്ചിട്ട് പഠിക്കുക. ഖുർആൻ പാരായണത്തിലെ 4 അവസ്ഥകളെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ അത് മുഴുവനും എഴുതാൻ കഴിയണം. അതുപോലെ ഹാഉകൾ 3 ഇനം: ഹാഉ ലമീർ, ഹാഉ തഅനീസ്, ഹാഉ സക്കത്ത. അതിനെക്കുറിച്ചിട്ട് എഴുതാൻ കഴിയണം. പിന്നെ അതുപോലെ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഇദ്ഗാമിൻ്റെ 3 ഇനങ്ങൾ: മുതമാസിലാനി, മുതജാനിസാനി, മുതകാരിബാനി. പിന്നെ മദ്ദുകൾ. ഇതെല്ലാം ഓരോ പാഠത്തിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ 5 വരി കുറയാതെ ഓരോ പാഠത്തിൽ നിന്നും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തൊക്കെ നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.